അങ്ങനെ തന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാൻ നേരത്താണ് കേട്ടോ ബേക്കറിൻ്റെ അടുത്ത് മിഷുപ്പി പറഞ്ഞത് എന്തോ ഒരു ദാഹം. അപ്പോൾ അത് അവിൽ മിൽക്കിൻ്റെ ഒരു ദാഹമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അവിടെ എത്തിയപ്പോൾ തന്നെ റിസുവിനെയും വാപ്പച്ചിനെയും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ ഉള്ളിലേക്ക് പോകുന്നത് നമ്മുടെ ചേച്ചീൻ്റെ മക്കളെയും അവിടുത്തെ അവരുടെ ടീംസൊക്കെ ചായ കുടിക്കുന്നതും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹായ് ഒക്കെ പറഞ്ഞ ശേഷം ഞങ്ങൾ നേരെ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങ് ഓർഡർ ചെയ്ത് ഹൈസനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു ഐസ്ക്രീം മേടിച്ച് കൊടുത്ത് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ഐറ്റം വരുമ്പോഴേക്കും ആ ഒരു സമയത്തെ ഐസക്കും ഇത് കിട്ടുമെന്ന്. എവിടെ ഹൈസൻ്റെ ഐസ്ക്രീം വേഗം തന്നെ എത്തി തീർന്നുമ്പോഴേക്കാണ് കേട്ടോ നമ്മൾ ഐറ്റം വന്നത്. അങ്ങനെ ഞാനും ഒരു അവിൽ മിൽക്ക് മിഷുപ്പിക്ക് ഒരു അവിൽ മിൽക്ക് എന്തോ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഹൈസൻ്റെ ഐസ്ക്രീം തീർന്നല്ലോ. പിന്നെ ഇത് കൊടുക്കുന്ന ആ ഒരു തന്നെ ഉള്ളൂ കേട്ടോ. അങ്ങനെ അതും കൊടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ പുറത്തേക്ക് പോയിട്ട് ഇനി നമ്മൾ വീട്ടിൽ ഉമ്മച്ചും വലിയമ്മച്ചും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ എന്തെങ്കിലും അവർക്കും മേടിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് നേരെ 2 പേർക്കും നല്ല പൈനാപ്പിളിൻ്റെ 2 ബാറും മേടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകാൻ നേരത്തെ ഹൈസനെ കാണുന്നില്ല. നോക്കുമ്പോൾ ഹൈസ നമ്മുടെ പലഹാരത്തിൻ്റെ ചില്ലിൻ്റെ അടുത്തൂടെ നടന്ന് കളിക്കുകയാണ്.